നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ അതായത് അവസാനത്തെ വീഡിയോയിൽ കാലിഗ്രാഫിക്കിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇന്ന് വേറൊരു കാര്യം ഞാൻ കാണിക്കാം. കുറേ പേർക്ക് അറിയുന്നതായിരിക്കും. ഇപ്പം ഞാൻ CorelDRAW 12 തുറന്നിട്ടുണ്ട്. ഈ ഒരു ട്രിക്ക് CorelDRAW 12-ലും X3, X4 എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇമേജാണ്, ഈ ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു ഇമേജ്. അതിപ്പോൾ നമ്മൾ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ ഇമേജ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. ആ ലൈന് കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ അത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് രണ്ട് മോഡലിൽ ചെയ്യാം, രണ്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടൂള് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പെൻ ടൂളാണ്. ഫസ്റ്റ് പെൻ ടൂൾ എടുത്തിരിക്കുന്നത്. പെൻ ടൂളിൽ ഞാൻ ജസ്റ്റ് ഒരു ഹാർട്ട് ബീറ്റിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കീബോർഡിൽ എൻ്റർ അടിച്ചു, അത് സ്റ്റോപ്പായി. ശേഷം എയറോ ടൂൾ സെലക്ട് ചെയ്ത് അതിനുശേഷം ഞാൻ ഇതിൻ്റെ ആ തിക്നെസ്, അതായത് ഈ ഔട്ട്ലൈനിൻ്റെ തിക്നെസ്, ഈ ഔട്ട്ലൈൻ നമുക്കൊരിക്കലും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഔട്ട്ലൈന് ഞാൻ അതിൻ്റെ തിക്നെസ് കൂട്ടാണ്. അത് തൊട്ട് മുകളിൽ തന്നെ ഔട്ട്ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞ് ഒരു കോളം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു വിൻഡോ വരും. നണ്ണ് എയർലൈന് 0.5 അങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് X3, X4, X5 അങ്ങനെയുള്ളതിനകത്ത് 72 പോയിൻ്റ് വരെ കാണിക്കും. 12-ൽ 24 കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് 24 ആവശ്യമില്ല. ഇപ്പോൾ 8 എടുത്തിട്ടുണ്ട് ഞാൻ. 8 കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ 6 പോയിൻ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 6 പോയിൻ്റ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്താൽ ഇതൊരു ഒബ്ജക്റ്റായി മാറില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച്, ഫയൽ, എഡിറ്റ്, വ്യൂ, ലേഔട്ട്, അറേഞ്ചിലേക്ക് ഞാൻ പോയി. അറേഞ്ചിൽ പോയി അതിൽ താഴെ നിന്ന് ക്ലോസ് പാത്ത്, അതിന് തൊട്ട് മേലെ കൺവേർട്ട് ഔട്ട്ലൈൻ ടു ഒബ്ജക്റ്റ്, അതായത് അതിൻ്റെ ഷോർട്ട് കീ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, Ctrl+Shift+Q. സാധാരണ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി Ctrl+Q ആണ് അടിക്കുക. ഇത് Ctrl+Shift+Q. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് മാത്രം ക്ലിക്ക് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ഔട്ട്ലൈൻ ടു ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റായിട്ട് മാറി. ഇനി ഇതിൽ ചെറിയൊരു മിനുക്ക് പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് ചെറിയൊരു മിനുക്ക് പണി, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് വരുന്നുണ്ട്, അത് ക്ലിയർ ചെയ്താൽ മതി. അത് ഞാൻ വരക്കുന്ന സമയത്ത് ചെറിയൊരു ജോയിൻ്റ് വന്നതാണ്. അപ്പം ഞാൻ ആ ഭാഗം അങ്ങ് ഒഴിവാക്കുകയാണ്. ഇനി ഇതെങ്ങനെ ക്ലിയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ ഹാർട്ട് ബീറ്റിൽ നമ്മൾ പോയിൻ്റാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഷേപ്പ് ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിന് 2 പോയിൻ്റ് കാണിക്കുന്നുണ്ട്, ഒന്ന് ഈ എഡ്ജ്, ഒന്ന് ഇവിടെ. അപ്പോൾ ഞാനൊരു അഡീഷണലായിട്ടൊരു പോയിൻ്റ് ഇടുകയാണ്. ഈ ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്ററിൽ ഡബിൾ ക്ലിക്ക്. അപ്പോൾ ഒരു പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ട്. അത് കുറച്ച് മുകളിലോട്ടേക്ക് വലിച്ചതിന് ശേഷം താഴെയുള്ള ആ 2 പോയിൻ്റ് കീപാഡിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ അത് ഒരു പോയിൻ്റായി വന്നു. അതുപോലെ ഓരോന്നും അങ്ങനെ ചെയ്യുക. അതായത് ആ 2 പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കുറച്ച് മുകളിലോട്ടേക്ക് വരുത്തി ആ 2 പോയിൻ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇനി ഇവിടെ
അതും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു കേർവ് ലൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടു ലൈന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരൊറ്റൊരു ഇമേജ് മാത്രം വരച്ച് വെച്ചാൽ മതിയാവും. അതിനുശേഷം ഞാനിതിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് ഒന്നായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആ സിംപ്ലിഫൈ അടിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റായിട്ട് മാറി. അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് കൺട്രോൾ C, അതിനുശേഷം കൺട്രോൾ V, അതല്ലെങ്കിൽ കീപാഡിൽ ന്യൂമെറിക് കീപാഡിൽ ഒരു പ്ലസ് ക്ലിക്ക് ചെയ്താൽ മതിയാവും, ഒരു കോപ്പി വരും. അപ്പോൾ അതിനുശേഷം മിറർ ബട്ടൺ. ഇപ്പം ഞാൻ ഇങ്ങനൊരു ഇമേജാക്കി. അപ്പോൾ ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് വെൽഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒറ്റ ഇമേജായി മാറി. ഇതൊരു ട്രിക്ക്. അതായത് പെൻ ടൂൾ കൊണ്ട് തന്നെ വരച്ചതിന് ശേഷം നമ്മൾ കൺവേർട്ട് ഔട്ട്ലൈൻ ടു ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റി. ഇനി ഇതിൻ്റെ വേറൊരു ഇതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. അത് നമുക്ക് ടൂൾ ബോക്സിൽ പിക്ക് ടൂള്, ഷേപ്പ് ടൂള്, സൂം ടൂള്, പെൻ ടൂള്, സ്മാർട്ട് ഡ്രോയിങ് ടൂള്. ഈ സ്മാർട്ട് ഡ്രോയിങ് ടൂളാണ് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരക്കുകയാണ്. ഈ ഒരു ലെവലിലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പോയിൻ്റ്, ഈ എക്സ്ട്രാ പോയിൻ്റ് വരുന്നതൊക്കെ ഡിലീറ്റ് ചെയ്താൽ മതി. ഡിലീറ്റ് ചെയ്ത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലൈന് ടു ലൈന്, അതുപോലെ ഇവിടെ ഇതും ടു ലൈൻ ആക്കുക. കേവ് എന്നുള്ളത് ടു ലൈന്. അത് കുറച്ചുകൂടെ നന്നാക്കി വരക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടി. അപ്പോൾ ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ആ പോയിൻ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. ബാക്കി നോഡ് കംപ്ലീറ്റും ഞാൻ ഒഴിവാക്കി. ഇതും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിപ്പോൾ 0.5 ആണുള്ളത്. അത് മാറ്റി 8 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ. 8 പോയിൻ്റ് കൊടുത്ത് അതിനുശേഷം ഇതിപ്പോൾ ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ ഈ കളർ പാഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ, ഇതിപ്പോൾ ഔട്ട്ലൈൻ ആയതുകൊണ്ടാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു കളർ വരുന്നത്. അതൊരു ഒബ്ജക്റ്റായി മാറ്റിയാൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് കളറാവും. ഔട്ട്ലൈൻ കളർ മാറ്റുന്ന സംവിധാനമാണ് നമ്മളെ മൗസിൻ്റെ റൈറ്റ് കീ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഔട്ട്ലൈനാണ്. അപ്പോൾ ഞാൻ അറേഞ്ചിൽ പോകുന്നുണ്ട്. അറേഞ്ചിൽ പോയി ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ഔട്ട്ലൈൻ ടു ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റായിട്ട് മാറി. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെൻറ്റർ ഒരു നോഡ് കൊടുത്തു. എല്ലാത്തിൻ്റെയും സെൻറ്റർ ഓരോ നോഡ് കൊടുക്കുന്നുണ്ട്. ബാക്കി 2 പോയിൻ്റ് 2 നോഡ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇത് ഞാൻ ഈ കാണിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നാക്കി വരക്കാൻ പറ്റും. കുറച്ച് സമയമെടുത്ത് ചെയ്താൽ. എന്തായാലും നമ്മൾ ട്രേസ് എടുക്കുന്നതിനേക്കാളും വരച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇത്.
ഇങ്ങനെ ഏത് ഇമേജും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഈ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.